ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരകളിലൊന്നാണ് മൗനരാഗം. ഊമയായ കല്യാണിയുടെയും കിരണിന്റെയും പ്രണയവും വിവാഹവും എല്ലാമാണ് പരമ്പര പറയുന്നത്. പരമ്പരയിലെ പ്രധാന കഥാപാത്രമായ കല്യാണി ഊമയായി എത്തുമ്പോൾ കഥാപാത്രത്തോടുള്ള ഇഷ്ടം ഏറെയാണ്. ഇതുവരെ ഊമയായ ഒരു പെൺകുട്ടിയെ മുൻനിർത്തിയ ഒരു സീരിയൽ കഥ ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. പരമ്പരയിലെ പ്രധാന കഥാപാത്രങ്ങളായ കല്യാണിയും കിരണും എപ്പോൾ വിവാഹം കഴിക്കും എന്നതായിരുന്നു കാലങ്ങളായി ആരാധകർ കാത്തിരുന്ന സംഭവം. കാലങ്ങളായുള്ള ആരാധകരുടെ ആ കാത്തിരിപ്പിന് വിരാമമിട്ട് കിരൺ കല്യാണി വിവാഹം ആഡംബരമായി തന്നെ നടന്നു. എന്നാൽ മൗനരാഗം സീരിയൽ ആരാധകർക്ക് ഇനിയും കാത്തിരിപ്പാണ്. ഇനിയുള്ള കാത്തിരിപ്പ് സരയുവിനെ മനോഹർ വിവാഹം കഴിക്കുന്നത് കാണാനാണ്. കല്യാണി സംസാരിക്കുന്നതൊന്ന് കേൾക്കാനുള്ള ആഗ്രഹം ഇതിനിടയിൽ നീണ്ടു പോവുകയാണ്. മൗനരാഗം എന്ന ഒറ്റ സീരിയലിലൂടെ മലയാളികളുടെ ഇഷ്ടതാരങ്ങളായി മാറിയിരിക്കുകയാണ് നലീഫ് ജിയയും ഐശ്വര്യ റംസായും. മലയാളം ഒട്ടും അറിയാതിരുന്നിട്ട് പോലും തന്റെ അഭിനയ മികവ് കൊണ്ടാണ് നലീഫ് ഇതുവരെ എത്തിയത്. മൗനരാഗത്തിലെ കിരൺ എന്ന കഥാപാത്രത്തെയാണ് നലീഫ് അവതരിപ്പിക്കുന്നത്. ഐശ്വര്യയുടെ നായകൻ കിരൺ ആയിട്ടാണ് നലീഫ് എത്തുന്നത്. കിരണിന്റെയും കല്യാണിയുടെയും സ്ക്രീൻ കെമിസ്ട്രിക്ക് വലിയ കയ്യടിയാണ് ഇപ്പോഴും കിട്ടാറുള്ളത്. മൗനരാഗം കുടുംബത്തിലെ അംഗങ്ങൾക്കൊപ്പമാണ് നലീഫ് വീഡിയോയുമായി എത്താറുള്ളത്. അങ്ങനെ ഒരു വടയും നലീഫിന്റെ കയ്യിൽ നിന്നും പോകില്ല എന്ന ക്യാപ്ഷനോടെ നലീഫ് പങ്കുവച്ച പുത്തൻ വീഡിയോയാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. നടൻ ജിത്തുവും കമന്റുമായി എത്തിയിട്ടുണ്ട്. അടപ്പാവി, ഞാൻ പട്ടിക്ക് കൊടുത്തിട്ട് ബാക്കി വന്ന കട്ട്ലറ്റ് പീസാണ് നിനക്ക് എറിഞ്ഞു തന്നത് എന്നാണ് ജിത്തു നൽകിയ രസകരമായ മറുപടി. എന്തായാലും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വീഡിയോ വൈറലായിട്ടുണ്ട്. മൗനരാഗത്തിൽ എത്തിയതും താൻ കിരണായി മാറിയതും അതേ ദിവസം തന്നെ ആയത് അതുകൊണ്ടാണ് ഈ ദിവസം ജീവിതത്തിൽ മറക്കാൻ ആകില്ല എന്നും അദ്ദേഹം ഇൻസ്റ്റാ കുറിപ്പിലൂടെ പറയുന്നുണ്ട്. പ്രദീപ് പണിക്കരുടെ രചനയിൽ മനു സുധാകരനാണ് മൗനരാഗം പരമ്പര സംവിധാനം ചെയ്യുന്നത്. മിണ്ടാപ്പെണ്ണായ കല്യാണിക്ക് കുടുംബത്തിൽ നിന്നും അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല. കല്യാണിക്ക് സ്നേഹവും കരുതലും ലഭിക്കുന്നത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമയായ കിരണിൽ നിന്നുമാണ്. ഏറ്റവും ഒടുവിൽ വിവാഹത്തിലെത്തി നിൽക്കുകയായിരുന്നു ഇവരുടെ ജീവിതം.